എല്ലാവർക്കും UKB സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന 20 ക്വസ്റ്റ്യനും കോപ്പറേറ്റീവ് ലോ ഏരിയയിൽ നിന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 81 ഓഫ് ദി KCSE റൂൾസ് 1969 ഡീൽസ് വിത്ത്. KCSE റൂൾ 1969 റൂൾ 81 എന്തിനെ പ്രതിപാദിക്കുന്നു എന്നാണ്. ഓപ്ഷൻ എ, പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്. B, procedure for attachment and sale of movable property. C, procedure for the attachment and sale of immovable property. D, none of this. Answer, option C, procedure for the attachment and sale of immovable property. ലാൻഡ്, ബിൽഡിംഗ് തുടങ്ങിയ ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തുന്നതിനുള്ള നടപടിക്രമമാണ് റൂൾ 81 പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അപ്പീൽ അണ്ടർ റൂൾ 198 is to be filed within. റൂൾ 198 പ്രകാരം അപ്പീൽ എത്ര ദിവസത്തിനകം ഫയൽ ചെയ്യണം? ഓപ്ഷൻ എ 90 days, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 2 months, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ ബി 3 months. റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷനാണ് പ്രതിപാദിക്കുന്നത്. ഈ റൂൾ പ്രകാരം അപ്പീൽ നൽകുകയാണെങ്കിൽ അത് 3 മാസത്തിനകം നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ 90 days, ഓപ്ഷൻ ബി 3 months ആണ്. റൂൾ പ്രകാരം എന്താണോ തന്നിട്ടുള്ളത് അത് തന്നെയാണ് ആൻസറും എഴുതേണ്ടത്. റൂൾ പ്രകാരം 3 months ആണെങ്കിൽ 3 months ആണ്. അവിടെ 90 days വരുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. എത്രയാണോ റൂൾ പ്രകാരം തന്നിട്ടുള്ളത് അതാണ് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡൽ ബൈലോസ് ആർ ഫ്രെയിംഡ് ബൈ. മാതൃകാ നിയമാവലി തയ്യാറാക്കുന്നത് ആര്? ഓപ്ഷൻ എ ചീഫ് പ്രൊമോട്ടർ, ഓപ്ഷൻ ബി ഗവൺമെൻറ്, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ സി രജിസ്ട്രാർ. മോഡൽ ബൈലോസ് ആർ ഫ്രെയിംഡ് ബൈ രജിസ്ട്രാർ. റൂൾ 6 മോഡൽ ബൈലോസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. സംസ്ഥാന സഹകരണ യൂണിയനിലെ ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 23, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ സി 23. KCSE ആക്ട് 1969 സെക്ഷൻ 89 പ്രകാരം 21/11/1970 നിലവിൽ വന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. SCU ഈസ് ദ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള. The managing committee of SCU consisting of 23 members. Quorum of SCU is 12. Monthly publication of SCU is Sahakarana Journal. The secretary of SCU, additional registrar. The affiliation fee is payable to SCU. Next, qualification of an auditor of a cooperative society is specified in. ഒരു സഹകരണ സംഘത്തിലെ ഓഡിറ്ററുടെ യോഗ്യതകൾ പറയുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ റൂൾ 64A, ഓപ്ഷൻ ബി സെക്ഷൻ 64A, ഓപ്ഷൻ സി റൂൾ 66A, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ എ റൂൾ 64A. റൂൾ 64A ഒരു ഓഡിറ്റർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തെല്ലാമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSEB ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി 3. ഒരു ചീഫ് കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണറും അടങ്ങുന്ന 3 മെമ്പേഴ്സ് ഉള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. നെക്സ്റ്റ്, കോറം ഫോർ ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻഡ് ബൈ ലിക്വിഡേറ്റർ ഈസ്. ലിക്വിഡേറ്റർ വിളിച്ചു കൂട്ടുന്ന അവസാന പൊതുയോഗത്തിൻ്റെ കോറം എത്ര? ഓപ്ഷൻ എ 1/3, ബി 2/3, സി 1/2, ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നോ കോറം ഫോർ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് കോറമില്ല. നെക്സ്റ്റ്, മിനിമം എമൗണ്ട് പേബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ട് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു സഹകരണ സംഘത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നൽകേണ്ട ഏറ്റവും കുറഞ്ഞ എഡ്യൂക്കേഷൻ ഫണ്ട് എത്ര? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 2000, സി 5000, ഡി നൺ ഓഫ് ദിസ്. ആൻസർ, ഓപ്ഷൻ ബി 2000. മിനിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 2000ഉം
മാക്സിമം എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 60,000 നെക്സ്റ്റ്, രജിസ്ട്രാർ പവർ ടു കൺവീൻ ദ കമ്മിറ്റി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത്. ഒരു സഹകരണ സംഘത്തിന്റെ ഭരണസമിതി യോഗം വിളിച്ചുകൂട്ടുവാനുള്ള രജിസ്ട്രാറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ എ സെക്ഷൻ 28 സബ്സെക്ഷൻ 5, ഓപ്ഷൻ ബി സെക്ഷൻ 30 സബ്സെക്ഷൻ 4, ഓപ്ഷൻ സി സെക്ഷൻ 31 സബ്സെക്ഷൻ 2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ സെക്ഷൻ 30 സബ്സെക്ഷൻ 4. Next, in an apex society, nominees as per section 31 are appointed by. ഒരു സംസ്ഥാനതല സഹകരണ സംഘത്തിൽ സെക്ഷൻ 31 പ്രകാരം നോമിനികളെ നിയമിക്കുന്നതാരും? ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ഗവൺമെന്റ്. സെക്ഷൻ 31 പ്രകാരം ഗവൺമെന്റ് ആണ് അപ്പെക്സ് സൊസൈറ്റിയിൽ നോമിനിയെ നിയമിക്കുന്നത്. ഗവൺമെന്റ് നിയമിക്കുന്ന നോമിനികൾ 2 പേരിൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ്, ഡേഷ് ഹാസ് നോ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഓർ എനി കമ്മിറ്റി മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുവാനുള്ള അവകാശമില്ലാത്തത് ആർക്കെല്ലാം? ഓപ്ഷൻ എ ഗവൺമെന്റ് നോമിനി, ഓപ്ഷൻ ബി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഓപ്ഷൻ സി നോമിനൽ മെമ്പേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ആൻസർ ഓൾ ഓഫ് ദിസ്. ഗവൺമെന്റ് നോമിനിക്കും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനും നോമിനൽ മെമ്പേഴ്സിനും അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേഷ് ഈസ് നോട്ട് എ പെർമനന്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർമനന്റ് രജിസ്റ്റർ അല്ലാത്തതേത്? ഓപ്ഷൻ എ ലയബിലിറ്റി രജിസ്റ്റർ, ഓപ്ഷൻ ബി പർച്ചേസ് ബോണസ് രജിസ്റ്റർ, സി ചിട്ടി ലെഡ്ജർ, ഡി ഓൾ ഓഫ് ദിസ്. ആൻസർ ചിട്ടി ലെഡ്ജർ. ലയബിലിറ്റി രജിസ്റ്ററും പർച്ചേസ് ബോണസ് രജിസ്റ്ററും പെർമനന്റ് രജിസ്റ്ററാണ്. ചിട്ടി ലെഡ്ജറിന്റെ പീരിയഡ് 12 ഇയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അപ്പിയറിംഗ് അതോറിറ്റി ഇഫ് ആർബിട്രേറ്റർ പാസ് ആൻ ഓർഡർ അഗെയിൻസ്റ്റ് ദ മെമ്പർ ഓഫ് സൊസൈറ്റി. ആർബിട്രേറ്റർ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗത്തിനെതിരായി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാവുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ ഫെഡറൽ സൊസൈറ്റി അറ്റ് ദ ടൈം ഓഫ് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഈസ്. ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിനായി നൽകേണ്ട ഇലക്ഷൻ ഫീസ് എത്ര? ഓപ്ഷൻ എ 5,000, ഓപ്ഷൻ ബി 4,000, ഓപ്ഷൻ സി 3,000, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി 3,000. ഫെഡറൽ സൊസൈറ്റി 3,000 ആണ് നൽകേണ്ടത്. ഇനി അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ ഇലക്ഷൻ ഫീസായിട്ട് 5,000. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് 2,000, അതർ സൊസൈറ്റീസ് ആണെങ്കിൽ 1,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ റൂൾ 15 ഓഫ് ദി KCSE റൂൾസ് 1969, ടെക്സ്റ്റ് ഫണ്ട് ഈസ് കമ്മിങ് അണ്ടർ. KCSE റൂൾ 1969 പ്രകാരം റൂൾ 15 ടെക്സ്റ്റ് ഫണ്ട് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഓപ്ഷൻ എ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. റൂൾ 15 mentioned about class of societies. Societies are classified into 13 type. 13 തരത്തിലാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി, അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. ടെക്സ്റ്റ് ഫെഡ്, ക്യാപെക്സ്, സെറി ഫെഡ് എന്നിവ അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം നമ്പർ 6A ഈസ് റിലേറ്റഡ് വിത്ത്. ഫോം നമ്പർ 6A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഐഡന്റിറ്റി കാർഡ്, ഓപ്ഷൻ ബി ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി ഗഹാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ഐഡന്റിറ്റി കാർഡ്. ഫോം നമ്പർ 6A ഈസ് റിലേറ്റഡ് വിത്ത് ഐഡന്റിറ്റി കാർഡ്. ഐഡന്റിറ്റി കാർഡ് മെൻഷൻ ചെയ്യുന്ന റൂൾ 16
3A. Duplicate registration certificate form number 3A. Gahan form number 8A. Next, procedure for attachment and sale of movable property specified in dash of the KCSE rule 1969. KCSE rules 1969 മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജപ്തിയും വിൽപ്പനയും നടത്തുന്ന നടപടിക്രമങ്ങൾ ഏത് റൂളിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ റൂൾ 76, ഓപ്ഷൻ ബി റൂൾ 82, ഓപ്ഷൻ സി റൂൾ 83, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ റൂൾ 76. റൂൾ 76ലാണ് മൂവബിൾ പ്രോപ്പർട്ടിയുടെ നടപടിക്രമങ്ങളുള്ളത്. നെക്സ്റ്റ്, സെക്ഷൻ 57B ഓഫ് ദി KCSE ആക്ട് 1969 ഡീൽസ് വിത്ത്. KCSE ആക്ട് 1969 സെക്ഷൻ 57B എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, ഓപ്ഷൻ ബി കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. Section 57 mentioned about investment of funds. Section 57A mentioned about cooperative development and welfare fund scheme. 57B deposit guarantee scheme. 57C consortium lending scheme. 57D cooperative risk fund scheme. നെക്സ്റ്റ് വരുന്ന 20 ചോദ്യങ്ങളും അക്കൗണ്ടിംഗ് ഏരിയയിൽ നിന്നുള്ളതാണ്. One among the following is not appearing in the profit and loss account. Profit and loss account കാണാത്തത് ഏത്? ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ബി ജനറൽ റിസർവ്, ഓപ്ഷൻ സി സ്പെസിഫിക് റിസർവ്, ഓപ്ഷൻ ഡി ട്രേഡ് പ്രോഫിറ്റ്. ആൻസർ ഓപ്ഷൻ ബി ജനറൽ റിസർവ്. റിസർവ് രണ്ട് വിധമുണ്ട്, ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത്, സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് എറേഴ്സ്. ഒരു സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ഡാഷ് തെറ്റുകൾ തിരുത്താനാണ്. ഓപ്ഷൻ എ കോമ്പൻസേറ്റിംഗ്, ഓപ്ഷൻ ബി വൺ സൈഡഡ്, ഓപ്ഷൻ സി ഓൾ എറേഴ്സ്, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾസ്. ആൻസർ ഓപ്ഷൻ ബി വൺ സൈഡഡ്. വൺ സൈഡഡ് എററുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഈസ് ഷോൺ. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിലുള്ള റിസർവ് കാണിക്കുന്നത് ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പയർ ടു ബിൽഡിംഗ് ഈസ് എ ഡാഷ് എക്സ്പെൻഡിച്ചർ. ബിൽഡിംഗ് റിപ്പയർ ഏത് എക്സ്പെൻഡിച്ചറിൽ വരുന്നു? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റവന്യൂ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് നിലനിൽക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻകം ബേസ് ചെയ്തിട്ടുള്ളതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബെനിഫിറ്റ് 1 വർഷത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റവന്യൂ നാച്ചറാണ്, പക്ഷേ അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും സ്വഭാവം കാണിക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ഡ്രോയർ ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ്. നോട്ടിംഗ് ചാർജ് ഡ്രോയർ കൊടുത്താൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ നോട്ടിംഗ് ചാർജ്, ഓപ്ഷൻ ബി ബാങ്ക്, ഓപ്ഷൻ സി ക്യാഷ്, ഓപ്ഷൻ ഡി ഡ്രോയി. ആൻസർ ഓപ്ഷൻ ഡി ഡ്രോയി. ഡ്രോയി അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ ഈസ് എ സമ്മറി ഓഫ്. നോൺ ട്രേഡിംഗ് സ്ഥാപനങ്ങളുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്തിൻ്റെ സമ്മറിയാണ്? ഓപ്ഷൻ എ ഡേ ബുക്ക്, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ജേണൽ. ആൻസർ ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്.
റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ടു റെക്കോർഡ്. പെറ്റി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നത് എന്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ സ്മാൾ എക്സ്പെൻസസ്, ഓപ്ഷൻ ബി സ്മാൾ പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ സി ഓൾ എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി സ്മാൾ റെസിപ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി സ്മാൾ പേയ്മെൻറ്റ്സ്. സ്മാൾ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ജേണൽ. The amount given to petty cashier in advance is known as impressed money or cash float. The requisite amount paid by the petty cashier is called replenishment. The balance of petty cash book is an asset. Receipt column is the first column in petty cash book. Next question, credit balance in passbook indicate. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നതെന്ത്? ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി ലാബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നത് ഡെപ്പോസിറ്റ് ആണ്. ഡെബിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നത് വിഡ്രോവലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഷോൺ. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോഴുള്ള നഷ്ടം കാണിക്കുന്നത്? ഓപ്ഷൻ എ അസറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ റിസർവ്. ആൻസർ ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. എമൗണ്ട് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓണേഴ്സ് ഇക്വിറ്റി വിൽ ഇൻക്രീസ് വെൻ. ഓണേഴ്സ് ഇക്വിറ്റി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ ബി കമ്മീഷൻ റിസീവ്ഡ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചാർജ്ഡ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് പെയ്ഡ്. ആൻസർ കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോഴാണ് ഓണേഴ്സ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഡാഷ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ എൻറ്റിറ്റി, ഓപ്ഷൻ ബി മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ സി കോസ്റ്റ്, ഓപ്ഷൻ ഡി ഗോയിങ് കൺസേൺ. ആൻസർ ഓപ്ഷൻ ഡി ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അക്കൗണ്ടിംഗ് പീരിയഡ്. കൺസെപ്റ്റുകളെ കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഴ്സ് ഡോക്യുമെന്റ് ഫോർ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തിയാൽ അതിനുള്ള രേഖാമൂലമുള്ള തെളിവെന്ത്? ഓപ്ഷൻ എ ഇൻവോയ്സ്, ഓപ്ഷൻ ബി കോപ്പി ഓഫ് ഇൻവോയ്സ്, ഓപ്ഷൻ സി പ്രൊഫോമ ഇൻവോയ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി കോപ്പി ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സിന്റെ കോപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ദർ ലൈഫ് ടൈം. ഒരു ആസ്തിയുടെ വിലയെ അതിന്റെ പ്രവർത്തന കാലം കൊണ്ട് വിഭജിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റിസർവ്, ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ആൻസർ ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കുലേറ്റിംഗ് അസറ്റ് ആർ ആൾസോ കാൾഡ് ഡാഷ് അസറ്റ്. സർക്കുലേറ്റിംഗ് അസറ്റിന്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ ബി ടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ സി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ ഡി കറന്റ് അസറ്റ്. ആൻസർ ഓപ്ഷൻ ഡി കറന്റ് അസറ്റ്. കറന്റ് അസറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സർക്കുലേറ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരേജ് എക്സ്പെൻസ് ഈസ് ജനറലി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. കാരേജ് എക്സ്പെൻസ് ഏതിലാണ് ഡെബിറ്റ് ചെയ്യുക? ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി കോസ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്. കാരേജ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക. കാരേജ് ഔട്ട്വാർഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഈസ് എ ഡാഷ്. കിട്ടാക്കടത്തിനുള്ള കരുതൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എക്സ്പെൻസ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ ഡി ലാബിലിറ്റി. ആൻസർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഈസ് എ ലാബിലിറ്റി. ഓപ്ഷൻ ഡി ലാബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി അസറ്റ്, ഓപ്ഷൻ ബി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി അസറ്റ്,
ഓപ്ഷൻ സി ഒറിജിനൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി അസറ്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ആനിറ്റി മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ഡിപ്രഷൻ മെത്തേഡ്, മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്, മൈലേജ് മെത്തേഡ്, സം ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ് തുടങ്ങിയവയെല്ലാം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനി ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ ഈസ് കാൾഡ്. കൺസൈനി കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ പ്രൊഫോമ ഇൻവോയ്സ്, ഓപ്ഷൻ ബി അക്കൗണ്ട് സെയിൽസ്, ഓപ്ഷൻ സി ഇൻവോയ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി അക്കൗണ്ട് സെയിൽ. കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട് സെയിലും കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നത് പെർഫോമ ഇൻവോയ്സ് 1. കൺസൈനന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കാൽക്കുലേഷൻ ആണ്. The current asset of a firm is 3:2 and its working capital is rupees 10,000. Then current asset will be option A rupees 30,000, option B rupees 20,000, option C rupees 50,000, option D rupees 40,000. Answer is option A rupees 30,000. Current ratio കാണാനുള്ള equation current assets divided by current liabilities. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് ഈസ് നോൺ ആസ്. ഔട്ട്പുട്ടിന്റെ ബേസിൽ വേജസ് നൽകിയാൽ അതിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ടൈം വേജസ്, ഓപ്ഷൻ ബി വേജസ്, ഓപ്ഷൻ സി പീസ് റേറ്റ് വേജസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ആൻസർ ഓപ്ഷൻ സി പീസ് റേറ്റ് വേജസ്. നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.